ഈ സംഗമ ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു മനോഹരമായ കുംഭമേള, ഇതിന്റെ ഒരു റിയലി സയൻസ് കൂടെ ശരിക്കും മനസ്സിലാക്കാം. അതായത് നമ്മള് ആരായാലും വിശ്വാസത്തോടെ ഇവിടുത്തെ സംഗമ സ്ഥലത്ത് സ്നാനം, അതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു. അതായത് വിവിധ കാനന മേഖലയിൽ നിന്നും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പല ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് ഒഴുകി അവസാനം കടലിലാണ്. ഒരു നദിയുടെ, ഏതൊരു നദിയുടെ ആണെങ്കിലും അതിൽ അനവധി അഴുക്കുകൾ അതിൽ എത്ര ഉൾപ്പെട്ടാലും അതിനെ നേരെ കടലിലേക്ക് എത്തുകയും അവിടെ അതിന്റെ ഫിൽട്രേഷൻ നടക്കുകയും ഇത് വീണ്ടും ഒരു റീസൈക്ലിംഗ് പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിന് നമ്മളും കൂടെ ഉൾപ്പെടുക എന്നുള്ളൊരു പരിപാടിയാണ് ശരിക്കും ഗംഗാ സ്നാനാണെങ്കിലും ഇവിടെ നടക്കുന്ന ഈ ഒരു ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ ത്രിവേണി സംഗമമായിട്ടുള്ള ഗംഗ, അതുപോലെ ഇവിടെ 7 നദികളുടെ സംഗമമായിട്ടാണ് പരാമർശിക്കപ്പെടുന്നത്. പക്ഷെ ഏത് നദിയിലായാലും ഏത് വെള്ളത്തിലായാലും കുളിക്കുമ്പോൾ ശരിക്കും നടക്കുന്ന ഒരു സയന്റിഫിക് ലെസൺ നമുക്ക് പറയാനുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈശ്വരവിശ്വാസികളോട് മാത്രമല്ല സംസാരിക്കാനുള്ളത്, നിരീശ്വരവിശ്വാസികളോടും കൂടെ. നിരീശ്വരവിശ്വാസികളാണെങ്കിലും വെള്ളം കാണുന്നുണ്ടല്ലോ, ഈ വെള്ളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ നമുക്കൊരു ഓറ ഉണ്ട്. ഈ ഓറയിലുള്ള നെഗറ്റീവ് ഓറ അത് വെള്ളത്തിലേക്ക് ട്രാൻസ്മിഷൻ നടക്കും. അതാണ് ഒരു കുളിയിലൂടെ തന്നെ നടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടോ, കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടോ, ഈ സമയത്തൊക്കെ ശരിക്കും വെറുതെ ഒന്ന് പോയി കുളിച്ചാൽ തന്നെ ഒരു പകുതി ആശ്വാസം കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഒന്നും കാണുന്നില്ല. ഒരു വിശ്വാസം ഇല്ലാതെ പോലും വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി, അറ്റ്ലീസ്റ്റ് സാധാരണ വെള്ളത്തിലൊന്നും ഇറങ്ങാതെ ഒരു കുളി കുളിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതാണ് ശരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അറിവ്. അതാണ് നമ്മുടെ ഗുരുക്കന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയില്ല ഈ വൈബ്രേഷൻ എന്താണെന്ന് അറിയില്ല, ഓറ എന്താണെന്ന് അറിയില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആർക്കും അറിയില്ല. ഈ അറിവില്ലാത്തവരിലേക്ക് അറിവെത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗുരുക്കന്മാർ പല രീതികളിലും പല യത്നങ്ങളും യാഗങ്ങളും നടത്തിയിരുന്നത്. ഇവിടെ ഒരു 10-250 വർഷങ്ങളായി മുടങ്ങി കിടന്നിരുന്ന യജ്ഞത്തെ, യാഗത്തെ വീണ്ടും പുനഃസൃഷ്ടിച്ച നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിൽ മാക്സിമം പങ്കാളികളാവുക.